കാരണം ദൈവങ്ങളുടെ നാട്, കൂടുതലും ദൈവവിശ്വാസങ്ങളാണ്. അതോടെ ആചാരാനുഷ്ഠാനങ്ങളിൽ കൂടുതൽ അനുസരിച്ച് പുലർത്തുന്ന ആൾക്കാരാണ്. ക്ഷേത്രങ്ങളുടെ നാടാണ്. ആ ഒരർത്ഥത്തിലാണ് ഐലൻഡ് ഓഫ് ഗോഡ്സ് എന്ന് പറയുന്നത്. പിന്നെ വിത്ത് ഹിന്ദുയിസം ആൻഡ് നോളജ് ടെമ്പിൾസ്, ഒരുപാട് ടെമ്പിൾ ഉണ്ട്. ഹിന്ദുയിസം കൂടുതൽ ഉള്ള സ്ഥലമാണ്. പിന്നെ ഇന്തോനേഷ്യയിലെ ഹിന്ദു മെജോറിറ്റിയുള്ള സ്ഥലങ്ങളാണ്. പിന്നെ അതിന് പ്രത്യേകത, ബാലിയിലെ ജനങ്ങൾക്ക് ആർട്സ്, കലാകാരന്മാരാണ്, കലാചാതുര്യമുള്ളവരാണ്. പാരമ്പര്യമായ കലകൾ അവർ, പിന്നെ സ്കൾപ്ചർ, പിന്നെ പെയിന്റിങ്, ഇതിലെല്ലാം പ്രഗത്ഭരായ ആൾക്കാരാണ് ബാലിദ്വീപിലെ ആൾക്കാർ. പിന്നെ വേറൊന്ന് പറയുന്നത്, ഒരു പിന്നെ 17,000 ദ്വീപുണ്ടെന്ന് പറഞ്ഞു. അതിൽ പിന്നെ ഹിന്ദു സമൂഹം കൂടുതലുള്ള ഒരു ദ്വീപ്, ഒരു ചെറിയ ദ്വീപാണ് ബാലിദ്വീപ്. അതിന് 5750 സ്ക്വയർ കിലോമീറ്ററാണ് അതിൻ്റെ വിസ്തീർണം. ഇന്ത്യയിൽ നിന്നും 5000 കിലോമീറ്റർ അകലെയാണ് ബാലിദ്വീപ് കിടക്കുന്നത്. ഇതൊക്കെ പറഞ്ഞുള്ള കാര്യമാണ്. പിന്നെ ജക്കാർത്ത, ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്തയിൽ നിന്നും 1200 കിലോമീറ്റർ അകലെയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ പിന്നെ ടെലിഫോൺസ് നിന്ന് റിട്ടയർ ചെയ്ത 2-3 സുഹൃത്തുക്കളും അവരുടെ ഫാമിലീസും കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ടൂർ പ്രേമികളായ കുറെ പേരും ഒത്തുചേർന്നപ്പോൾ അതൊരു വേറിട്ട അനുഭവം മാറിയെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ പുറപ്പെടുന്നത് 2023 ഒക്ടോബർ 1-ാം തീയതി രാത്രി 1 മണിക്കുള്ള ഫ്ലൈറ്റിലാണ്, സിംഗപ്പൂർ ഫ്ലൈറ്റാണ് പുറപ്പെടുന്നത്. അത് 2-ാം തീയതി ബാലി ടൈം 12:50 കൂടി ബാലിയിൽ എത്തിച്ചേരുകയാണ്. ബാലിയിൽ എത്തുന്നത് ഡെൻപസാർ എയർപോർട്ടിലാണ്. അപ്പോൾ ദുറാറായി ഇന്റർനാഷണൽ എയർപോർട്ട് അത് 1931 ഇനാഗുറേറ്റ് ചെയ്തത്. ഈ പറഞ്ഞിരിക്കുന്നതാണ് എയർപോർട്ട്. ആ എയർപോർട്ടിൽ എത്തിയ ഞങ്ങളെ അവിടുത്തെ ബാലിയിലെ സുന്ദരിമാർ പൂമാലകൾ ചാർത്തി ഞങ്ങളെ വരവേറ്റു. ആ സമയത്ത് തന്നെ അവിടെ ലോക്കൽ ഗൈഡ് വന്നു. ഞങ്ങളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു, അതൊരു വണ്ടിയിൽ കയറ്റി. അത് ഞങ്ങൾ താമസിക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്തിരുന്ന ബിൻഡാങ് കുട്ട ഹോട്ടൽ ബാലി, ആ ഹോട്ടലിലേക്കാണ് ഞങ്ങൾ പോയത്. അതിന്റെ പുറകെ തന്നെ ഞങ്ങൾ പോയി. ഈ കാണുന്നതാണ് ബിൻഡാങ് കുട്ട ഹോട്ടൽ. കുട്ട എന്ന് പറയുന്നത് ബാലിയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണ്, തിരക്ക് പിടിച്ചൊരു നഗരമാണ് കുട്ട. ഈ കുട്ട എന്ന നഗരത്തിൽ ഒരുപാട് ഹോട്ടലുകളുണ്ട്. അതിൽ 4-സ്റ്റാർ ഹോട്ടലുകളിൽ ഏറ്റവും നല്ല ഒരു ഹോട്ടലാണ് ബിൻഡാങ് കുട്ട ഹോട്ടൽ എന്ന് പറയുന്നത്. അവിടെ താമസസൗകര്യം വളരെ കെങ്കേയമായിരുന്നു. ഭക്ഷണം വളരെയധികം നന്നായിരുന്നു. ഭക്ഷണങ്ങളൊക്കെ ഒരു തരത്തിലും ഒരു ദോഷം പറയാൻ പറ്റാത്ത വിധത്തിലാണ് അവിടെയുള്ള കാര്യങ്ങൾ. പിന്നെ അതിനടുത്തുള്ള നമ്മളെ ഹോട്ടലിൽ ഒരു സ്പേസ് 12 എന്ന ഹോട്ടലുണ്ട് അതിനടുത്ത്. ആ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. സ്വാദിഷ്ടമായ ഭക്ഷണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിൽ പോയി വിശ്രമിക്കുന്നു. 4 മണിക്ക് ഞങ്ങളോട് ഒരുങ്ങി നിൽക്കാൻ വേണ്ടി ഗൈഡ് പറയുകയാണ്. അപ്പം 4 മണിക്ക് ഞങ്ങൾ പുറപ്പെട്ട് ഡിന്നർ പോസ്റ്റ് പറഞ്ഞൊരു കപ്പൽ വിസിറ്റ് ചെയ്യാൻ പോയി. ഈ ഡിന്നർ ക്രൂസ് എന്ന് പറയുന്നത് കപ്പൽ, അത് ഡിന്നറും കൂടാതെ കലാപരിപാടികൾ കൂടി ഉള്ള ഒരു കപ്പലാണ്. ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മനോഹരമായ സൺസെറ്റ് വ്യൂ ആണ്. അപ്പൊ ഇന്റർനാഷണൽ ഡിന്നർ ബഫേ ഉണ്ട്. ഈ സ്കൈ ചേഞ്ച്, ആകാശത്തേക്ക് നോക്കുമ്പോൾ ഈ പ്രകൃതി മനോഹരമായ ആ സൺസെറ്റ് നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം നല്ലൊരു ഭക്ഷണവും കൂടെ ബാലിയുടെ സാംസ്കാരികളെ വിളിച്ചോതുന്ന
വിധത്തിലുള്ള കലാപരിപാടികളും അവിടെ അരങ്ങേറുകയുണ്ടായി. ബാലിയിലെ നൃത്തങ്ങളുണ്ട്, ഗാനങ്ങളുണ്ട്. നമ്മുടെ ടീമിലുണ്ടായിരുന്ന കുറച്ച് ഗായകന്മാർ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചു. ഒരു 10:30 മണിവരെ രാത്രി അവിടുത്തെ പ്രകൃതി മനോഹാരിതയും അവിടുത്തെ ഡിന്നറും കലാപരിപാടികളും ഒക്കെ എൻജോയ് ചെയ്തതിനു ശേഷം ഞങ്ങൾ റൂമിലേക്ക് വരികയുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ വായു സുട്ട വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് കാണാൻ പോകും. അത് കടലിൽ ബോട്ടിൽ യാത്ര ചെയ്യുന്നതാണ്. പിന്നെ നനയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു വസ്ത്രധാരണം ചെയ്യണമെന്ന് ഗൈഡ് ഞങ്ങളോട് പ്രത്യേകിച്ച് പറയുകയുണ്ടായി. അപ്പം ഞങ്ങൾ ആ രീതിയിലുള്ള വസ്ത്രങ്ങൾ കരുതുകയും ഞങ്ങൾ അവിടെ നിന്നും ഈ വായ് സുട്ട എന്ന് പറഞ്ഞ ഈ സ്ഥലത്തേക്ക് ഞങ്ങൾ പോവുകയും ചെയ്തു. അവിടെ പിന്നെ കടലിൽ ബോട്ട്, അവിടെ ഒരു ആക്ടിവിറ്റീസ്, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മുടെ ടൂർ ഏജൻസി പ്രോഗ്രാം ചെയ്ത, സ്പോൺസർ ചെയ്ത 3-4 ആക്ടിവിറ്റീസിൽ ഞങ്ങൾ പങ്കെടുക്കുകയുണ്ടായി. അതുകൂടാതെയും ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ആക്ടിവിറ്റീസിനൊക്കെ വലിയൊരു പണം വേണം. കൂടാതെ സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആ ആക്ടിവിറ്റീസിൽ വെട്ടിച്ചുരുക്കി ഞങ്ങളെ 3-4 ആക്ടിവിറ്റീസ്, പ്രത്യേകിച്ചും ബനാന ബോട്ട് എന്ന് പറയും, ബനാനയുടെ ആകൃതിയുള്ള ബോട്ടിൽ ഞങ്ങൾ യാത്ര ചെയ്തു. ഗ്ലാസ് ബോട്ടിൽ യാത്ര ചെയ്തു. കൂടാതെ സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്തു. അവിടത്തിനായിരുന്നു ഉച്ചഭക്ഷണം. ആ ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ടർട്ടൽ ഐലൻഡ്, ടർട്ടൈൽ എന്ന് പറഞ്ഞാൽ ആമ, ആ ടർട്ടൈൽ ഐലൻഡിലേക്കാണ് പോയത്. പല വലുപ്പത്തിലും തരത്തിലുമുള്ള ആമകളെ നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിച്ചു. അതുകൂടാതെ പലതരത്തിലുള്ള പാമ്പുകളും പക്ഷികളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഒരാൾ ഒരു പെരുമ്പാമ്പിനെ കഴുത്തിൽ അണിഞ്ഞ് നിൽക്കുന്നത് കണ്ടു. അയാൾ ചെയ്യുന്നത്, അവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഈ പെരുമ്പാമ്പിനെ ടൂറിസ്റ്റുകളുടെ കഴുത്തിൽ അണിയിച്ചു കൊടുക്കുന്നത് കണ്ടു. ഭയപ്പെടേണ്ട എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഉരുവാട്ട ടെമ്പിൾ കാണാൻ പോയി. ഒരു മിനിറ്റ്, അതിന് സ്ക്രീൻ ചെയ്തോട്ടെ. ഇതാണ് ഡിന്നർ കോഴ്സ്. ഞാൻ പറഞ്ഞത്, അത് വിട്ടുപോയതാണ്. ഡിന്നർ കോഴ്സ് ഈ കപ്പലിലാണ് ഞങ്ങൾ ഡിന്നറും കലാപരിപാടികളൊക്കെ ഈ കപ്പലിലാണ് ഉണ്ടായിരുന്നത്. ഡിന്നർ കോഴ്സ് ഇവിടെയാണ് വായു സൂട്ട വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ്, എ ടൂറിസ്റ്റ് അട്രാക്ഷൻ ഇൻ ബാലി. ഇതാണ് ഗ്ലാസ് ബോട്ട്. പിന്നെ മറ്റൊന്ന് ബനാന ബോട്ട്, ബനാന ആകൃതിയുള്ള ബോട്ടാണ് ഇത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് ടർട്ടൽ ഐലൻഡാണെന്ന് പറഞ്ഞല്ലോ. ഇത് ആമകളുടെ കൂട്ടം, പല വലുപ്പത്തിലും തരത്തിലുമുള്ള ആമകൾ, അതാണ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉരുവാട്ട ടെമ്പിൾ കാണാൻ പോയി. ഈ കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു മനോഹരമായ ക്ഷേത്രമാണ് ഉരുവാട്ട ടെമ്പിൾ. അവിടെ പോകുമ്പോൾ ഞങ്ങൾക്കൊരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ടായി. ഒരുപാട് കുരങ്ങന്മാരുണ്ട്, അവരെ ഭയപ്പെടണം. കാരണം ടൂറിസ്റ്റുകളുടെ കണ്ണടിയും മൊബൈലുമാണ് ആ കുരങ്ങന്മാർക്ക് വേണ്ടത്.
നമ്മൾ വളരെയധികം ജാഗരൂകർ ആയിരിക്കണം. എന്തെങ്കിലും അശ്രദ്ധ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ കുരങ്ങന്മാർ നമ്മളുടെ കയ്യിലുള്ള മൊബൈലോ അല്ലെങ്കിൽ നമ്മളെ കണ്ണടയോ ഒക്കെ തട്ടിപ്പറിച്ചു കൊണ്ടുപോകും. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന 2 സഹോദരിമാരുടെ കണ്ണട കുരങ്ങന്മാർ തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. ആക്ച്വലി ഒരു കണ്ണട ആരും ഒരാൾ ഏതോ പലഹാരങ്ങൾ എറിഞ്ഞു കൊടുത്തപ്പോൾ അത് തിരിച്ച് കണ്ണട ഇങ്ങോട്ട് എറിഞ്ഞു തന്നു. പക്ഷെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് പരിപാടികൾ കഴിഞ്ഞിട്ട് GBK എന്ന് പറഞ്ഞത് അതിൽ ഒരു മിനിറ്റ്. GBK എന്ന് പറഞ്ഞാല് ഗരുഡ വിഷ്ണു കെഞ്ചാന എന്ന് പറയും. അതായത് ഗരുഡന്റെയും വിഷ്ണുവിന്റെയും രൂപം കൂടാതെ ഇത് രണ്ടിനും കൂടെ വേറൊരു വിധത്തിലുള്ള അതിൻ്റെ ബേസ് ആയിട്ടുള്ള അതിന് അത് 122 അടി ഉയരമുണ്ട്. ഇപ്പോൾ മാലദ്വീപിലെ ജനങ്ങളുടെ കലാചാതുരി വ്യക്തമാക്കുന്ന ഒന്നാണ്. അതിൽ അത് 2018 ഉദ്ഘാടനം ചെയ്തത്. കോപ്പർ, ബ്രൗൺ ഷീറ്റ്, സ്റ്റീൽ ഫ്രെയിം, റെയിൻഫോഴ്സ് സിമെന്റ് എന്നിവ ഉപയോഗിച്ചാണ് ആ വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഷോപ്പിങ്ങിൽ പോയി. ഒരുവിധം എല്ലാ കരകൗശല വസ്തുക്കളും ഡ്രസ് മെറ്റീരിയൽസും എല്ലാം ആ വലിയ ഷോപ്പിംഗ് സെന്ററിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ പോയപ്പോൾ ചെറിയ പ്രയാസം വന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ കയ്യിൽ US ഡോളർ മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ വടകരയിൽ നിന്നും നമ്മുടെ ഉറുപ്പിക കൊടുത്ത് US ഡോളർ വാങ്ങുകയുണ്ടായി. അത് എല്ലായിടത്തും ഉപയോഗപ്പെടുത്താമെന്നായിരുന്നു ഞങ്ങളുടെ ധാരണ. പക്ഷേ ഈ ഷോപ്പിംഗ് സെന്ററിൽ ഇന്തോനേഷ്യൻ റുപ്പി മാത്രമേ എടുക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഉടനെ ഞങ്ങൾ എക്സ്ചേഞ്ച് സെന്റർ ഉണ്ട് അവിടെ തന്നെ അടുത്ത്, അവിടെ പോയി കയ്യിലുള്ള എല്ലാ US ഡോളറും ഞങ്ങൾ ഇന്തോനേഷ്യൻ രൂപയിലേക്ക് മാറ്റി. അങ്ങനെ അവിടുന്ന് കുറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. എന്നെ സംബന്ധിച്ചോളം ഞാൻ അവിടെ ഞങ്ങളിൽ പലരും പല വസ്തുക്കൾ പല റേറ്റിലുള്ള ഞാൻ 3.5 ലക്ഷം റുപ്യയുടെ സാധനം വാങ്ങിച്ചു. 3.5 ലക്ഷം റുപ്യ എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ട, അത് സത്യമാണ്. കാരണം ആ നാട്ടിലെ നാണയങ്ങളുടെ വില അങ്ങനെയാണ്. കാരണം നമ്മുടെ 1 രൂപ എന്ന് പറഞ്ഞാൽ അവിടെ 184 ഇന്തോനേഷ്യൻ റുപ്പിയാണ്. പിന്നെ പലരും ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത് അതിലും കൂടുതൽ എമൗണ്ടിലെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിൽ കയറി കാപ്പി കുടിച്ചു. കാപ്പിക്ക് വലിയ റേറ്റാണ്, 11,000 രൂപയൊക്കെയാണ് ഒരു കാപ്പി. അടുത്ത ദിവസം ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വനഗിരി എന്ന സ്ഥലത്തേക്കാണ് പിന്നെ പോയത്. ഈ വനഗിരി എന്ന സ്ഥലം കുറച്ച് ദൂരെയാണ്. ഡെൻപസാർ എന്ന് പറഞ്ഞ സ്ഥലത്തു കൂടിയാണ് യാത്ര. ഡെൻപസാർ എന്ന് പറഞ്ഞത് ബാലിയുടെ തലസ്ഥാനമാണ്. ഡെൻപസാറിൽ നിന്നും വണ്ടി ഞങ്ങൾ പോയ വാഹനം വളരെ ദൂരം ഓടിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് റോഡിന് ഇരുവശമുള്ള കാഴ്ചകൾ കാണുകയുണ്ടായി. നമ്മുടെ കേരളത്തിലുമായി തെങ്ങുകളും വാഴകളും ഒക്കെയാണ് കാണാൻ സാധിച്ചത്. അത് കേരളത്തിലൂടെ യാത്ര ചെയ്യുന്ന ഒരു പ്രതീതി ആണ് ജനിപ്പിച്ചത്. അങ്ങനെ വളരെ ദൂരം പിന്നിട്ട് ഞങ്ങൾ ഒരു
വലിയ വനത്തിനുള്ളിലേക്ക് ആണ് പോകുന്നത്. കാനനപാത, അതും നല്ല റോഡാണ്. ആ കാനനപാതയിൽ കൊണ്ടാണ് നമ്മൾ യാത്ര. ആ റോഡിന് ഇരുവശവും പ്രകൃതി മനോഹരമായ ദൃശ്യങ്ങൾ കാണുവാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി. ഒരു സ്ഥലത്ത് ഞങ്ങളവിടെ സ്റ്റോപ്പ് ചെയ്തു വണ്ടി. അവിടെ പാറക്കൂട്ടങ്ങൾ കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഉദ്യാനം, അവിടത്തേക്കാണ് ഞങ്ങൾ പ്രവേശിച്ചത്. ആ ഉദ്യാനത്തിലുള്ള ഒരു കാഴ്ചയാണ് ഇത് കാണുന്നത്. ഇതൊന്ന് ഞാനും എൻ്റെ ബ്രദറിലുമാണ്. ഇതേമാതിരി ഒരുപാട്, അതൊരു വ്യൂ പോയിന്റ് ആണ്. ഇതേമാതിരി ഒരുപാട് ഫോട്ടോസിൽ എടുക്കാൻ സാധിക്കുന്നുണ്ട് അവിടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചഭക്ഷണം അവിടെ നിന്നായിരുന്നു. ലോക്കൽ ഫുഡ്, ബാലിയിലെ ലോക്കൽ ഫുഡ്, അത് വളരെ സ്വാദിഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഹന്താര ഗേറ്റ് എന്ന് പറഞ്ഞു ഗേറ്റ്, അത് കാണാൻ പോയി. ഹന്താര ഗേറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് an altitude of 1142 meter above the sea level. അതായത് സീ ലെവലിൽ നിന്നും 1142 മീറ്റർ ഉയരത്തിൽ. ഇൻ ദി ബഡുകൾ ഏരിയ ഓഫ് ബാലി എന്നാണ്. ബഡുകൾ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ആ ഏരിയയിലാണ് ഹന്താര ഗേറ്റ് ഉള്ളത്. ഹന്താര ഗേറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തനാലോട്ട് ടെമ്പിൾ, അതിൽ ടെമ്പിളും അതിൻ്റെ ബീച്ചും അത് കാണാനാണ് പോയത്. അത് ഡെൻപസാറിൽ ബാലിയുടെ തലസ്ഥാനമായ ഡെൻപസാറിൽ നിന്നും 30 കിലോമീറ്റർ അകലെയാണ്. ബാലിയുടെ ജനങ്ങളുടെ കൾച്ചറിന്റെ ഒരു ഭാഗമായിരുന്നു ആ ക്ഷേത്രം. രുദ്രാണ് ദൈവം. ഇതേമാതിരി ടൂറിസ്റ്റ് അട്രാക്ഷനുള്ള ഒരു ക്ഷേത്രമാണ്. അത് കഴിഞ്ഞ് രാത്രി 9 മണിയോടെ തിരിച്ചെത്തുന്നു. അടുത്ത ദിവസം, അതായത് 5-ാം തീയതി, ഞങ്ങളോട് നേരത്തെ ഒരുങ്ങാൻ പറഞ്ഞു. അന്ന് ഞങ്ങൾക്ക് ഇതാണ് ഹന്താര ഗേറ്റ്. തനാലോ ടെമ്പിൾ. തനാലോ ടെമ്പിൾ കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു മനോഹരമായ ക്ഷേത്രമാണ്. ഈ ടെമ്പിളിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ഒരുപാട് ജനങ്ങൾ വരുന്നുണ്ട്, ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. അവിടെയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലങ്ങളാണ്. അവിടുത്തെ മനോഹാരിത എന്താണെന്ന് പറഞ്ഞാൽ സൺസെറ്റാണ്. സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു, സൂര്യൻ അവസാനം കടലിലേക്ക് താഴുന്നതുമായ മനോഹരമായ ദൃശ്യം. അതാണ് തനാലോട്ട് ബീച്ചിന്റെ പ്രത്യേകത. അപ്പൊ 5-ാം തീയതി രാവിലെ ഞങ്ങൾക്ക് വേറൊരു ദ്വീപിലേക്കാണ് പോകേണ്ടത്. അത് ഇതിന്റെ ഭാഗം തന്നെയാണ്. നുസ പെനിഡ ഐലൻഡ് എന്നാണ് പറയുന്നത്. It is a small island located off the southeastern coast of Bali. The 4 important beaches are Angel, Villa, Kinkling Beach, Crystal Beach, Broken Beach. ഈ നുസ പെനിഡ ഐലൻഡിൽ പ്രധാനമായും 4 ബീച്ചുകളാണുള്ളത്. അതിൽ ഏഞ്ചൽ ബില്ലാബോങ്, ക്ലിങ്കിങ് ബീച്ച്, ബ്രോക്കൺ ബീച്ച്, ഇതൊക്കെ പറയുന്നത് വ്യൂ പോയിന്റുകളാണ്. അവിടെ ഇറങ്ങാൻ പറ്റില്ല, കടലിൽ ഇറങ്ങാൻ പറ്റില്ല. ക്രിസ്റ്റൽ ബീച്ചിലാണ് കടലിലിറങ്ങിയ കുളിക്കുക, അതൊക്കെ ചെയ്യാൻ പറ്റും. അതിൽ ഏഞ്ചൽ ബില്ല ബീച്ചാണ് ഈ കാണുന്നത്.
അതൊരു വ്യൂ പോയിന്റ് ആണ്. അടുത്തത് ബ്രോക്കൺ ബീച്ച്. ഇതൊരു വ്യൂ പോയിന്റ് ആണ്. ഇവിടെ കടലിൽ ഇറങ്ങാനും പറ്റും. ലിങ്ക്ലിംഗ് ബീച്ച്. ഇതാണ് ക്രിസ്റ്റൽ ബീച്ച്. ഇവിടെയാണ് ധാരാളം ആൾക്കാർ ഇറങ്ങുകയും കുളിക്കുകയും ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുത്തെ ലോക്കൽ ഫുഡാണ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം 5 മണിയായിട്ട് തിരിച്ച് ഞങ്ങൾ ബോട്ട് വീട്ടിൽ എത്തിയാണ്. അപ്പൊ ഷോപ്പിങ്ങിന് പോകണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ പലരും യാത്രാക്ഷീണം കൊണ്ടും മറ്റും വൈമുഖ്യം കാണിച്ചതുകൊണ്ട് ഷോപ്പിംഗ് നടന്നില്ല. ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. അതിനുശേഷം 6ാമത്തെ ദിവസം ഞങ്ങളുടെ മടക്കയാത്രയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ തന്നെ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. എയർപോർട്ടിലേക്കാണ് പോയത്. സുന്ദരവും പ്രകൃതി മനോഹരമായ ബാലി ദ്വീപിനോട് വിട പറയാൻ പ്രയാസമുണ്ടായിരുന്നു. പക്ഷെ നാട്ടിലേക്ക് എത്തേണ്ടതുള്ളത് അനിവാര്യമായ ഒരു ഘടകമായതുകൊണ്ട് ഞങ്ങൾ ബാലി ദ്വീപിനോട് ടാറ്റ പറയുകയും സിംഗപ്പൂർ ഫ്ലൈറ്റിൽ കയറുകയും ചെയ്തു. സിംഗപ്പൂരിലെത്തിയ ഞങ്ങൾക്ക് 6 മണിക്കൂർ ട്രാൻസിറ്റ് ടൈം ഉണ്ടായിരുന്നു. ഈ സമയത്തിനുള്ളിൽ സിംഗപ്പൂരിൽ അവിടെ ഈ എയർപോർട്ടിൽ തന്നെ കുറച്ച് സാധനങ്ങൾ, ഷോപ്പിംഗ് സെന്റർ ഉണ്ട്, അതൊക്കെ കണ്ടു, കുറേ നടന്നു. അവിടെ ഫൗണ്ടൻ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ മിനി ട്രെയിൻ യാത്ര ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി 10:30 ഞങ്ങൾ അവിടുന്ന് നാട്ടിലേക്ക് വരികയാണ്. സുഹൃത്തുക്കളെ, സന്തോഷകരമായ ഒരു അനുഭവമാണ് ബാലി ദ്വീപ് യാത്ര. മരതക ദ്വീപ് എന്ന അനുഭവം അത് എല്ലാവരും കണ്ടിരിക്കേണ്ടതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളുടെ ടൂർ പ്രേമികൾ, എൻ്റെ സുഹൃത്തുക്കൾ പലരും ഈ ബാലദ്വീപ് കാണാതെ പോകാറില്ല. ബാലദ്വീപ് വളരെ അത്രയും മനോഹരമായ ഒരു ദ്വീപാണ്. ഇത്രയുമാണ് എനിക്ക് ഇതിനെക്കൂടി പറയാനുള്ളത്. ഇനി ഇപ്പോൾ റീക്യാപ്പാണ്. നമുക്കറിയാം, നമ്മൾ ബാലിയെ പറ്റി പറഞ്ഞു, പിന്നെ ഡെൻബസാർ എയർപോർട്ടിനെ പറ്റി പറഞ്ഞു, ബിൻഡാഗോട്ട ഹോട്ടൽ നിങ്ങൾ താമസിച്ച ഹോട്ടലാണ്, പിന്നെ ഡിന്നർ ക്രോസ്, മനോഹരമായ ഡിന്നറും പിന്നെ അവിടെ കലാപരിപാടികളും ആസ്വദിച്ചു. പിറ്റേ ദിവസം നമ്മൾ വായു സൂട്ട വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് കാണാൻ പോയി. അന്ന് തന്നെ നമ്മൾ ടർട്ടൽ ഐലൻഡ്, ഉൽവാട്ട് ടെമ്പിൾ ഇതൊക്കെയാണെന്ന് കാണാൻ പോയത്. പിന്നെ ഗരുഡ വിഷ്ണു കഞ്ചാല. പിറ്റേ ദിവസം വനഗിരി ഹിൽസ്, തെനാലോ ടെമ്പിൾ, ബീച്ച് ഇതൊക്കെ കണ്ടു. അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ നുസാ പെനിഡ ഐലൻഡ് കാണാൻ പോയി. അതിൽ പ്രധാനമായിട്ടും 4 ബീച്ചുകളാണ്. അതിൽ ക്രിസ്റ്റൽ ബീച്ച് ഒഴികെ മറ്റ് 3 ബീച്ചുകളും വ്യൂ പോയിന്റുകളാണ്. ക്രിസ്റ്റൽ ബീച്ചിൽ ഇറങ്ങാനും കുളിക്കാനും ഒക്കെ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചത് ഞാൻ നിർത്തുകയാണ്. സാറേ, സ്റ്റോപ്പ് ചെയ്യട്ടെ. സ്ക്രീൻ ഷെയർ അല്ല, ഇത് കഴിഞ്ഞിട്ട് പോരെ, ഡിസ്കഷനോടെ കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്യാൻ മതി. ഓക്കെ. ഏതായാലും സാറിന്റെ 6 ദിവസത്തെ ബാലിദ്വീപ് യാത്ര വളരെയധികം പ്രകൃതി രമണീയത ഉള്ള ഒരു സ്ഥലമാണ് എന്ന് സാറിന്റെ വിവരണത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ സാറിന്റെ ഡെൻപാസ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള എല്ലാ കാര്യങ്ങളും നേരിൽ കാണുന്നത് പോലെ വേണുഗോപാൽ സാർ വളരെയധികം ഭംഗിയായി അത് വിവരിച്ചു.
ഞങ്ങളും ഇതൊക്കെ കാണുന്നത് പോലെ തോന്നി. അതിനിടയിലുള്ള സാറിൻ്റെ വിഷ്വൽസും ഒക്കെ അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കാനായിട്ട് സഹായിച്ചു. ഏതായാലും വേണുഗോപാൽ സാറിൻ്റെ ഈ ബാലിദ്വീപിലെ യാത്ര ഞങ്ങൾക്കും വളരെയധികം അട്രാക്ഷൻ തോന്നിയിട്ടുണ്ട്. അതുപോലെ ബാലിദ്വീപിലെ നാണയത്തിൻ്റെ കാര്യം പറഞ്ഞു. 1 രൂപ 184 ഇത് ഇന്തോനേഷ്യൻ ഇതായിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ കാശ് അവിടെ ചെന്നാൽ ഒത്തിരി കാശ് നമുക്ക് കിട്ടും. പക്ഷേ അവിടെ കാപ്പി കുടിക്കുന്നതിനും ചായ കുടിക്കുന്നതിനും ഒക്കെ ഉള്ള കോസ്റ്റ് നമ്മുടെ ഇന്ത്യൻ കറൻസിയിൽ 10-50 രൂപയൊക്കെ മുടക്കേണ്ടി വരും എന്ന് പറയുന്നതൊക്കെ വളരെ ഇതായിട്ട് തോന്നി. പിന്നെ സാറ് ടർട്ട്ലി ഐലൻഡ്, അതായത് ആമകൾ ഇങ്ങനെ കൂട്ടം കൂടി നടക്കുന്നതും അതുപോലെ തന്നെ പെരുമ്പാമ്പുകളെ ഇട്ട് ഓമനിക്കാനുള്ള അവസരം കിട്ടുക എന്നൊക്കെ പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചില അനുഭവങ്ങൾ തരുന്നതാണ്. ഏതായാലും വേണുഗോപാൽ സാറ് പെരുമ്പാമ്പിനെ ഒന്നും തൊട്ടില്ല എന്ന് തോന്നുന്നു. ഏതായാലും വളരെയധികം ഇത് തോന്നുന്നു. പിന്നെ കരകൗശല വസ്തുക്കളുടെ കാര്യം പറഞ്ഞു. അപ്പോൾ US ഡോളർ അവിടെ ചെലവാകിയിരുന്നു. ഇന്തോനേഷ്യൻ റുപ്പി ആവശ്യമായി വന്ന വിവരങ്ങളും എല്ലാം സാർ വളരെ ഭംഗിയായിട്ട് വിവരിച്ചു. പിന്നെ അന്താര ബീച്ചിൽ പറഞ്ഞു. സമുദ്രനിരപ്പിൽ നിന്ന് 1142 മീറ്റർ ഉയരമുള്ള ഒരു സ്ഥലമാണതെന്ന് സാർ പറഞ്ഞു. അതുപോലെ വളരെയധികം ടൂറിസ്റ്റ് അട്രാക്ഷൻ ചെയ്ത സ്ഥലങ്ങളൊക്കെയാണ് അവിടെ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. സൺസെറ്റ് വളരെ ഭംഗിയായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ടെമ്പിളുകളും കടലിലേക്ക് തള്ളി നിൽക്കുന്ന ടെമ്പിളുകളും എല്ലാം വളരെ ഭംഗിയായി സാറ് വിവരിക്കുകയും അതിൻ്റെ പിക്ചറുകൾ കാണിച്ചു തരികയും ചെയ്തു. ഏതായാലും ബാലിദ്വീപിൽ നമ്മളൊരു സന്ദർശനം നടത്തിയ പ്രതിവിധി ഉണ്ടായി. എല്ലാ വിധത്തിലും വളരെയധികം ഭംഗിയായി സാർ അത് നിർവഹിച്ചു. താങ്ക് യു സർ. താങ്ക് യു. വേണുഗോപാൽ സാറിന്റെ യാത്രാവിവരണം കേട്ടപ്പോൾ ഏകദേശം അരനൂറ്റാണ്ട് പുറകിലേക്ക് എൻ്റെ ഓർമ്മ പോവുകയാണ്. കാരണം SK പൊറ്റക്കാട് എഴുതിയ ബാലിദ്വീപ് എന്ന പുസ്തകം വായിച്ച 70s വായിച്ചത്. മാത്രമല്ല 10ാം ക്ലാസ്സിലെ ഒരു പാഠം 10ാം ക്ലാസ്സിലെ മലയാളത്തിന്റെ ഒന്നാമത്തെ പാഠം 1 എപ്പോഴും ഓർക്കുന്നത്. ഒന്നാമത്തെ പാഠം ഈ ബാലിദ്വീപ് എന്ന പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു അധ്യായമാണ്. അതായത് ആ അധ്യായത്തിന്റെ പേര് ഉൾനാട്ടിലെ ഉത്സവം എന്നാണ്. ഉൾനാട്ടിലെ ഉത്സവം, അതായത് ഒരു ഉൾനാട്ടിലുള്ള ഒരു ക്ഷേത്രത്തിലെ ഉത്സവം വളരെ ഭംഗിയായിട്ട് SK പൊറ്റക്കാട് വിവരിച്ചിട്ടുണ്ട്. വേണുഗോപാൽ സാറും ഏകദേശം അതുപോലെയുള്ള വിവരണമാണ് കേട്ടത്. ക്ഷേത്രങ്ങളുടെ കാര്യം, ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങളും ഒക്കെയും സാറും പറഞ്ഞു. അപ്പോൾ ഒരു സ്വപ്നത്തിൽ നിന്ന് മറ്റൊരു സ്വപ്നത്തിലേക്ക് വഴുതി വീഴുന്നത് പോലെയാണ് അവിടുത്തെ കാഴ്ചകളെന്ന് അവിടെ SK പൊറ്റക്കാട് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. 50 വർഷം മുമ്പ് വായിച്ചതും പഠിച്ചതുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ വേണുഗോപാൽ സാറിന്റെ ഇന്നത്തെ യാത്രാ വിവരണം SK പൊറ്റക്കാടിന്റെ യാത്രാ വിവരണത്തോട് ചേർന്ന് നിൽക്കുന്നതിന് കിടപിടിക്കുന്നതായ ഒരു യാത്രാ വിവരണമായിരുന്നു. അതിന്റെ ചിത്രങ്ങളും അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ളതുമായിട്ടുള്ള അവതരിപ്പിച്ചുകൊണ്ട് ഈ ബാലിദ്വീപിനെ കുറിച്ച്, ബാലിദ്വീപ് എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ മെജോറിറ്റി ആയിട്ടുള്ള ഒരേ ഒരു സ്ഥലമാണ്. ഈ ഇന്തോനേഷ്യയിലെ ഹിന്ദുക്കൾ മെജോറിറ്റി ആയിട്ടുള്ള ഒരേ ഒരു സ്ഥലമാണെന്ന് സാർ പറയുകയുണ്ടായി. അതിൽ അനേകം ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളൊക്കെ വളരെ പ്രകൃതി വളരെ ഭംഗിയായിട്ടുള്ള ക്ഷേത്രങ്ങൾ, കാണാൻ വളരെ ഭംഗിയുള്ള ക്ഷേത്രങ്ങളാണ്. അതുപോലെ പ്രകൃതി ഭംഗി വളരെയധികം ഏറ്റവും അധികം നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഒരു ദ്വീപാണ്. ഇതൊക്കെയും സാറിന്റെ വിവരണത്തിൽ കൂടി ഫോട്ടോസിന്റെ ചിത്രങ്ങൾ കൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞു. പ്രത്യേകമായിട്ട് വേണുഗോപാൽ സാറിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇവിടെ റോയ് സാറ് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുകൊണ്ട് ഇനി അധികം പറയുന്നില്ല. ബാക്ക് ടു റോയ് സാർ. റോയ് സാറിലേക്ക്. താങ്ക് യു സർ. അതായത് ഞാൻ പണ്ടൊരു പുസ്തകത്തിൽ വായിച്ചതാണ്, ബാലിപ്പെണ്ണിന്റെ മനസ്സും കേരളത്തിലെ ഇടവപ്പാതിയും ഒരേപോലെയാണെന്ന്. അതായത് എപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. മഴ പെട്ടെന്ന് പെയ്യുന്ന പോലെ ആയിരിക്കും ബാലിപ്പെണ്ണിന്റെ മനസ്സിലെ ഓരോ തീരുമാനങ്ങളും നടന്നിരിക്കും. അത് മാത്രമല്ല അല്ല അതായത് ആ പാഠത്തിലുണ്ട്. അതായത് ബാലിപ്പെണ്ണിന്റെ മനസ്സ്
മനസ്സും അവിടുത്തെ മഴയും ഒരുപോലെയാണ്. എപ്പോഴാണ് വീഴുന്നതെന്ന് അറിയില്ല, എപ്പോഴാണ് ഞാൻ വായിച്ചത്, കാരണം നമ്മുടെ ഈ കപ്പലിൽ യാത്ര ചെയ്ത് പോകുന്ന നാവികര് അവർക്ക് ഇടതങ്ങാനുള്ള ഒരു ഇടത്താവളമായിട്ടാണ് ഈ ബാലിദ്വീപ് വരുന്നത് പണ്ട്. അപ്പോ ഇങ്ങനെ ഒരു കപ്പലിൽ നിന്ന് മറ്റു കപ്പലിലേക്കോ അല്ലെങ്കിൽ കപ്പലിന്റെ ഇടയിലുള്ള ഇന്ധനം നിറയ്ക്കാനുള്ള ഇതായിട്ട് അവിടെ ചെല്ലുന്ന കപ്പലില് അവരൊക്കെ ഇറങ്ങിയിട്ട് ഈ നാട് മുഴുവൻ ചുറ്റാൻ പോകും. നാട് ചുറ്റാൻ പോകുന്നതാണ് അവർക്കുള്ള അവിടുത്തെ ആ വിനോദസഞ്ചാരത്തിന്റെ പ്രത്യേകതയായിട്ട് അവർ കാണുന്നത്. അപ്പം ഒരു വീട്ടിൽ ചെന്ന് കയറി അവര് നന്നായിട്ട് സൽക്കരിക്കും. അവിടുത്തെ ചെറുപ്പക്കാർ എന്ന് പറഞ്ഞാൽ യുവതികളൊക്കെ ഇവർ സൽക്കരിക്കുന്നത്. വരുന്നവൻ ചെറുപ്പക്കാരനും യുവാവുമാണ് എന്നുണ്ടെങ്കിൽ അവിടെ സൽക്കാരം ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് അവര് ഈ പറഞ്ഞ പോലെ കൈ കഴുകി നമ്മുടെ കിണ്ടി കൊടുക്കുന്ന പോലെ ഒരു ഇതിലാക്കി പാത്രത്തിൽ വെള്ളം കൊടുക്കുന്നത്. അത് തിരികെ അവിടെ കയ്യിൽ കൊടുത്താൽ ഇനിയും വരും എന്നുള്ള ഒരു സൂചനയായിട്ടാണ് അത് പുള്ളി പറഞ്ഞത്. എത്രത്തോളം എനിക്കത് അറിയത്തില്ല. ആ ഒരു പ്രതീക്ഷയിൽ അവര് വീണ്ടും ഇങ്ങനെ കാത്തിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത് മാത്രമേ എനിക്ക് അന്ന് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ പഠിച്ച ഒരു പുസ്തകത്തിൽ നിന്ന് കിട്ടിയതാണെന്നുള്ളത്, ഒരു കൊച്ചു പുസ്തകം ഇട്ടെന്നുള്ളത്. പിന്നെ സാർ ഈ കറൻസി പറഞ്ഞല്ലോ, നമ്മൾ ഒരു രൂപ 154 രൂപ കിട്ടുന്ന 154 ഇന്തോനേഷ്യൻ കറൻസി കിട്ടുമെങ്കിൽ സാറ് പറഞ്ഞു ചായയുടെ ഇതൊക്കെ വില കുറച്ച് എത്ര എന്ന് പറയാൻ പറ്റുമോ? ഒരു ചായക്ക് എത്രയാണ്, അവിടുത്തെ എത്രയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് അങ്ങനെ കമ്പയർ ചെയ്യാൻ പാടില്ല എന്നാണ് പണ്ടേ പറയാറുള്ളത്. നമ്മുടെ കറൻസി കമ്പയർ ചെയ്ത് നമ്മളൊന്നും വാങ്ങിക്കാനൊന്നും തോന്നത്തില്ല. നമ്മൾ എപ്പോഴും ആ ഒരു മൂല്യത്തിന്റെ ഇതായിരിക്കും നോക്കുന്നത്, അതല്ല. എന്നാലും ഈ പറഞ്ഞ പോലെ ഒരു കപ്പ് ചായയുടെ ഇത് പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്ര ഇന്തോനേഷ്യൻ കറൻസി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടി നമുക്കതിന്റെ ഇത് മനസ്സിലാക്കാം. കാരണം നമ്മുടെ ഗ്രൂപ്പിൽ പലരും അടുത്തൊരു ബാലിദ്വീപിലേക്ക് യാത്രയിലേക്ക് വേണ്ടി പോകുന്നത്. എൻ്റെ മോനും മരുമോളവിടെ പിന്നെ ഹണിമൂൺ ട്രിപ്പ് അങ്ങോട്ടാണ് പോയത്, ബാലിയിലൊക്കെയാണ് പോയത്. ഓക്കെ സാർ, ഏതായാലും ഒരു യാത്ര കഴിഞ്ഞുള്ള ഒരു വിവരണം നന്നായിരുന്നു. നമ്മൾ കാണാത്ത ഇത് പറഞ്ഞ പോലെ പല കാര്യങ്ങളൊക്കെ പിന്നെ കാണാൻ സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ പുതിയ അറിവുകളുണ്ടായി. ആ ദ്വീപിനെ കുറിച്ചുള്ള പല അറിവുകളും നമുക്ക് നേരിൽ കണ്ട് വർണ്ണിച്ചതുപോലെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു. സന്തോഷം. ഓക്കെ, താങ്ക് യു. ഒരു ചായക്ക് എത്ര സാർ അടുത്ത് ഇത് കൊടുക്കുന്നത്? ഇവിടെ ചായ ഞങ്ങൾ ഞങ്ങൾ കാപ്പി കുടിച്ചതാണ്. ഒരു 11,000 രൂപയാണ്. 11,000 രൂപ. മുകളിൽ വരും നമ്മുടെ ഇന്ത്യ. 11,000 രൂപ നമ്മൾക്ക് കേൾക്കുമ്പോൾ വലിയ അത്ഭുതമായി തോന്നുന്നു. ഇല്ല സാറേ, അങ്ങനെയാണെങ്കിൽ അതായത് നമ്മുടെ പിന്നെ 1 രൂപ എന്ന് പറയുന്നത് 150 സാർ പറഞ്ഞോണ്ട് 184. അപ്പൊ 1 രൂപ എന്ന് പറഞ്ഞാൽ അവിടുത്തെ 200 എന്ന് വെച്ചോളൂ. 200 പറയുമ്പോ 200 കൊണ്ട് ഹരിക്കുമ്പോ എത്രയായി? 550 രൂപയായി അല്ലേ? അതെ, അത് പറയുന്നത് 550 രൂപ എന്നുള്ളത് ഒരു കോഫി ഡേ. പക്ഷെ അതുപോലെ തന്നെ സിംഗപ്പൂർ ചെന്നപ്പോഴും ഇതുപോലെ തന്നെ നമ്മുടെ സാധനം ഒരു ബോട്ടിൽ കുടിക്കാൻ വേണ്ടി വെള്ളം വാങ്ങിക്കുമ്പോൾ അതിന് $5. $5 എന്ന് പറഞ്ഞാൽ 150, പിന്നെ $1 50 രൂപയുടെ വരുന്നത്. അപ്പൊ $5 ടൂറിസ്റ്റ് കേന്ദ്രമാണല്ലോ ബാലി, അതുകൊണ്ടാണ്. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. സാറേ, കേരളത്തിലെ പോലെ ഒരുപാട് തെങ്ങുകളുണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് തെങ്ങുകളുണ്ടാവും, വാഴകളുണ്ട്. കേരളം തന്നെ റോഡ്, നമ്മൾ ഈ വനഗിരിയിലേക്ക് പോകുന്ന അവസരത്തില് റോഡിന്റെ ഇരുവശങ്ങളിലും ഇങ്ങനെ, ഞാൻ അതിന്റെ വീഡിയോ എടുത്തിരുന്നു. പക്ഷെ അതിന്റെ അടുത്ത് പോയി നഷ്ടപ്പെട്ടു പോയി. ഞാനത് കൂടെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. നല്ല പ്രദേശം കേരളം തന്നെ. ഈ വനഗിരി എന്ന് പറയുന്ന വനം എന്ന് പറഞ്ഞാൽ കാട്, ഗിരി എന്ന് പറഞ്ഞാൽ പർവ്വതം അല്ലെങ്കിൽ മല. തമിഴില് ഗിരി എന്ന് പറഞ്ഞാൽ പിന്നെ ശിവഗിരി നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ തിരുവണ്ണാമല ഗിരിവലം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഗിരി എന്ന് പറഞ്ഞാൽ മലയാണ്. അപ്പൊ വനഗിരി എന്ന് പറഞ്ഞാൽ വനവും കാടും മലയും ലക്ഷ്യമായിട്ട് നമ്മൾ കേൾക്കുമ്പോൾ വേറെ വാക്കുണ്ട്. പക്ഷെ അത് അർത്ഥമൊന്നും ആ ലാംഗ്വേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വനഗിരി വനത്തിലുള്ള മല. അത് തന്നെയാണ്. അതൊരു രീതിക്ക് തന്നെ വനവും മലയായിരുന്നോ? കാട് മലയായിരുന്നു. ഉയർന്ന പ്രദേശമാണ്, കുറെ ഉയർന്ന പ്രദേശമാണ് ഉള്ളത്. പിന്നെ എന്താ വെച്ചാൽ അവിടെ ഈ കാടാണെന്ന് പറഞ്ഞാൽ നല്ല മനോഹാരിതയാണ്, പ്രകൃതി ഭംഗിയാണ് ഏറ്റവും പ്രധാനം. പ്രകൃതി ഭംഗി എൻജോയ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ സാർ.
അപ്പൊ നമുക്ക് എന്താ സാറേ പറയാനും ഇല്ലെങ്കിൽ സ്ഥിതിക്ക് നമുക്ക് ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാം. അങ്ങനെ സാറേ നമസ്കാരം. ഓ വരാം. റോയ് സാറേ നമസ്കാരം. ഓ വേണുഗോപാൽ സാറേ, ഓ സാറിന്റെ ഇവിടെ ഈ പകുതി ഭാഗം മുഖം മാത്രമേ കാണുള്ളൂ, കുറച്ച് ഉയർന്നിരിക്കും. അതെ, ഇതറിയോ ഞാൻ ഇത് പിന്നെ ഞാൻ ഈ ഇതുവരെ മൊബൈലിലാണ് വരാറ്. ഞാൻ ഇന്നാണ് ഡെസ്ക്ടോപ്പിൽ ആദ്യമായിട്ട് വരിക. അപ്പൊ ഞാൻ ഇതിന്റെ ക്യാമറ വെച്ചതിന്റെ ഇപ്പൊ കാണാവോ? ഇപ്പോഴോ? ഡെസ്ക്ടോപ്പിന്റെ ക്യാമറയിലേക്ക് നോക്കിയാൽ മതി. ക്ലിയർ അല്ലേ? ശരിയായിട്ട് സൈഡിലേക്ക് കുറച്ചുകൂടി സൈഡിലേക്ക്, ഇപ്പൊ കുറച്ചും കൂടി ഉയർന്നിരിക്കണം എന്നാലേ. റൈറ്റിലേക്ക് മാറിയിരിക്കുക. ഇപ്പോഴോ? കസേര ലെഫ്റ്റിലേക്ക് മാറ്റിയാൽ മതി. ലെഫ്റ്റിലോട്ടാ വരണ്ടേ? അതെ അതെ. ഇപ്പോഴോ? ഇപ്പൊ ശരിയാ. സാറേ ശരിക്കും യാത്രാവിവരണങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്, കേൾക്കാൻ ഇഷ്ടമാണ്. എന്താ പറയുക സാറേ, എല്ലാവർക്കും ജീവിതത്തിൽ യാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവില്ല. പൈസ ഒക്കെ ഉണ്ടാവും എല്ലാവരുടെ കയ്യിലും, പക്ഷെ സമയത്ത് ഇങ്ങനെ അവർക്ക് സമയം കിട്ടിക്കാണൂല ചിലവർക്ക്. സാഹചര്യങ്ങൾ ഉണ്ടാവില്ല. പിന്നെ പിന്നെ സായാഹ്നമാകുമ്പോ പിന്നെ അത് അത്ര അങ്ങോട്ട് പോകണ്ടെന്നൊക്കെ വിചാരിക്കും. ഇനിയിപ്പോ പോയാൽ ശരിയാവില്ല, കൂട്ടിനാൾ വേണം, അങ്ങനെയൊക്കെ. പക്ഷെ സാറിന്റെ യാത്രാവിവരണത്തിൽ ഇപ്പൊ റോയ് സാറ് പറഞ്ഞ പോലെ നമ്മള് ആഗ്രഹിക്കുന്ന പോലെ അതെല്ലാം കാണാൻ പറ്റി ശരിക്കും. അത് അങ്ങനെ കാണാൻ പറ്റുമ്പോ നമുക്കൊരു സന്തോഷം. കാരണം നമ്മളിപ്പം സാധാരണയായിട്ട് നമ്മളിപ്പം ഗൂഗിളൊക്കെ തപ്പിയിട്ട് ഇത്ര ഒന്നും ശ്രദ്ധിക്കൂല, ഇത്ര മെനക്കെടുമില്ല. കാരണം ഒരു ക്ലാസ്സിലിരിക്കുമ്പോ കുട്ടികൾക്ക് അത് കറക്റ്റ് ആയിട്ട് അതിന്റെ വ്യൂ എല്ലാം കിട്ടുമ്പോ നല്ല രസമാണ്. സാർ ഇപ്പം ആരോ പറഞ്ഞ പോലെ ഈ പൈസ 154 രൂപ അല്ലെ? അപ്പം ഒരു ചായക്കട ശരിക്കും പറഞ്ഞാൽ ഒരു 11,000 ഉറുപ്പ്യ നമുക്ക് തോന്നും. എങ്ങനെയായാലും അത് ഇന്ത്യൻ റുപ്പീസ് മാറുമ്പോ എങ്ങനെയായാലും കൂടുതൽ നമ്മളെ ഇവിടുത്തെ നാട്ടിലെ പൈസയെക്കാളും കൂടുതലാണ്. കൂടുതലാണ് സാറേ, ശരിക്കും കൂടുതലാണ്. അതെ, ടൂറിസ്റ്റ് കേന്ദ്രം ആയതുകൊണ്ടായോ അങ്ങനെ. അതെ 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 അതെ. പിന്നെ അതുകൂടാതെ പിന്നെ നമ്മുടെ ഈ സാറ് പറഞ്ഞു അവിടെ 15, അതായത് ഉയരം ഓരോ ബിൽഡിങ്ങിന്റെ വീടിന്റെ അങ്ങനെയുണ്ട്. നമ്മളെ ആകാശം മുട്ടിയുള്ള ബിൽഡിംഗ് ഒന്നും അവിടെ ഇല്ല. അങ്ങനെ ഇല്ലാന്ന് പറയുമ്പോഴും അവിടെ ഒരു വിഗ്രഹം പിന്നെ എത്ര സാറേ, ഒരു എത്ര 122 അടി അല്ലെ? 122 അടി. ഞാൻ സാധാരണ ബിൽഡിങ്ങുകളെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഇത് വിഗ്രഹം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിന്റേതായ ഉണ്ടായിരിക്കാം. അങ്ങനെ അല്ല, അതിൽ തന്നെ സാറ് പറഞ്ഞു മനുഷ്യനും പ്രകൃതിയും 122 അടി. ബീച്ച് കട്ടാകുന്നുണ്ടോ? ബീച്ച് കട്ടാകുന്നുണ്ടോ? അപ്പൊ 122 അടി അത് ഉണ്ടെന്നുള്ളത്. ഒരു എക്സെപ്ഷൻസ് ആയിരിക്കും. കട്ടാകുന്നുണ്ടോ? പൊതുവേ നമ്മുടെ ടൗണിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം അത്ര വലിയ ഗംഭീരമായ ബിൽഡിങ്ങുകളൊന്നും കാണാം. ശരിയായോ? ജില്ലയിലും ചില സ്ഥലത്ത് അതുപോലെ വയനാട് പോയാൽ ഇങ്ങനെ എടുത്തോണ്ടോന്ന ജില്ലയുണ്ട്. അവര് കയ്യിൽ നിന്നെല്ലാം എടുത്ത് കൊണ്ടുപോകും. ഇങ്ങനെ ഭക്ഷണം നമ്മൾ കൊണ്ടുപോകാൻ അവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയാൽ തന്നെ അവർക്ക് എന്നവനെ എല്ലാവർക്കും കിട്ടിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് കവർന്ന് എടുക്കുമ്പോ തന്നെ കവർ നമ്മളിന്ന് പിടിച്ചു കയറ്റിക്കൊണ്ടുപോകും. അപ്പം ശരിക്കും എനിക്ക് തോന്നുന്നു മറ്റുള്ള ഫോണൊന്നും പോകുന്ന പോലെയല്ല, കണ്ണട പോയാൽ അത് പ്രത്യേകതയുണ്ട്. കാരണം നമുക്ക് കണ്ണിന് പ്രശ്നമുള്ളവരാണെങ്കിൽ പിന്നെ യാത്ര ആസ്വദിക്കുന്നതിന് പ്രശ്നം ഉണ്ടാവും. അത് മാത്രമല്ല, വടകരന്ന് വേറെ ടീം പോയപ്പോ ഒരു മൊബൈൽ അടിച്ചു പോയി. മൊബൈൽ കൊണ്ട്. സാബു സാറേ നമസ്കാരം. ഞാനേ മറ്റൊരു ക്ലാസ്സിലായിപ്പോ. എങ്ങനെയുണ്ടായിരുന്നു വേണുഗോപാൽ സാറിന്റെ ക്ലാസ്? നല്ല ക്ലാസ്സാ സാറേ. പിന്നെ ഈ എസ് കെ പൊറ്റക്കാട്ടിന്റെ ഒരു ഇപ്പൊ ആരോ പറഞ്ഞില്ലേ, പിന്നെ എന്താ പറയണ്ടേ, ബാലിയായിട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ
പിന്നെ സാറ് പറഞ്ഞു അവിടെ ശരിക്കും പറഞ്ഞ ദൈവവിശ്വാസമുള്ളവരാണ്. അവര് മതം മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒരാളെ മരണം സംഭവിച്ചു എന്ന് അവര് പറയാം. ഒരാള് മതം മാറിക്കഴിഞ്ഞാല് അയാള് മരിച്ചു എന്നുള്ള കണക്കിന് അവര് അതില് പറഞ്ഞത്. അത് വ്യക്തിവിധക്കുള്ളൂ. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഏതായാലും നന്നായിട്ടുണ്ട് സാറേ. നല്ല നല്ല താങ്ക് യു സാർ. ഇഷ്ടപ്പെട്ടു. കാരണം പോയ പ്രതീതി തോന്നി. പൈസ മുടക്കാതെ പോയല്ലേ? പൈസ മുടക്കാതെ പോയിട്ടൊന്ന്. എല്ലാരും പറഞ്ഞു കഴിഞ്ഞോ? റോയ് സാർ പറഞ്ഞോ? ഞാൻ പറഞ്ഞായിരുന്നു. എല്ലാവരും പറഞ്ഞു സാറേ. മോഹൻദാസും പറഞ്ഞു. ഓക്കെ. എല്ലാരും സംസാരിച്ചോ? ആരെങ്കിലും ഒരാളുടെ കമന്റ് കേൾക്കാൻ വേണ്ടി? മാലദ്വീപിലെ എന്റർടൈൻ ചെയ്യാനുള്ള ഒരെണ്ണം എന്ന് പറഞ്ഞത് സാറ് ഡിന്നർ ക്രൂസ് ഷിപ്പിന്റെ കാര്യമാണ്. അതിനകത്ത് ഫുഡ് മാത്രമല്ല, ബാക്കിയുള്ള കലാപരിപാടികളും ആർട്ട് പ്രോഗ്രാമും എല്ലാം കൂടെ ഉള്ള ഒരു പ്രോഗ്രാമാണെന്ന് പറഞ്ഞത്. അതൊക്കെ വളരെ എൻജോയബിൾ ആണ്. പിന്നെ ബനാന ബോട്ട്, ഗ്ലാസ് ബോട്ട്, ഇതൊക്കെ ഒരു നോവൽ ആയിട്ട് ഈ ടൂറിസ്റ്റുകളെ ഉദ്ദേശിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് തോന്നുന്നു. ഇതൊക്കെ ഏതായാലും പ്രകൃതി രമണീയമായ സ്ഥലമാണെങ്കിലും അത് ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും വളരെയധികം ഇതിന് സാറ് എക്സ്പ്ലെയിൻ ചെയ്തു. വളരെ അട്രാക്റ്റീവ് ആയിരുന്നു. ഡിന്നർ ക്രൂസിൽ ഇത് കിട്ടും, ലിക്കറും കിട്ടും ഇഷ്ടം പോലെ. ഓക്കെ. അതിന് വില കൂടുതൽ. അതെ, വിലയൊക്കെ ഭയങ്കരമായിരിക്കും. നമ്മൾ പോയ ടീമിന് അതിനോട് താല്പര്യം ഉള്ളവരുണ്ടായിരിക്കാം, പക്ഷെ അന്നേരം ഒന്നും പറഞ്ഞില്ല. സാറ് എല്ലാ ഏരിയകളും പറഞ്ഞോ? എല്ലാ സ്ഥലങ്ങളും പറഞ്ഞോ? അവിടെ പോയ ഫോട്ടോ സപ്പോർട്ട് ചെയ്ത് സാർ പറഞ്ഞു. യെസ്. ഇതിന് പ്രത്യേകത ഉണ്ട് കേട്ടോ. സാറ് സ്വന്തമായിട്ട് PPT ഉണ്ടാക്കി സാറ് തന്നെ പ്രസന്റ് ചെയ്തു. അല്ല, നന്ദി പറയേണ്ടത് സാബു സാറിനോടാ. പ്രചോദനം സാബു സാറാ. ഞാനൊരു മടിയനായിരുന്നു. പ്രചോദനം സാബു സാറാ. ഞാൻ മടിയനായിരുന്നു. സാധനം കറങ്ങി വരുമായിരുന്നു. അതൊക്കെ നമ്മള് PPT ക്ലാസ്സിൽ പഠിച്ച പാർട്ടാണ്. സാറ് മാക്സിമം ആനിമേഷൻസും എല്ലാം മനോഹരമായിട്ട് കൊടുത്താണ് സാർ അത് പ്രസന്റ് ചെയ്തത്. ഞാനത് കാണാൻ പറ്റിയില്ല, ഞാൻ കണ്ടോളാം. എനിക്ക് ക്ലാസ് ടൈം 7:45 ആള് വരാത്തതുകൊണ്ട് എനിക്ക് അപ്പൊ കയറേണ്ട വന്നു. എന്താ കട്ടായി പോയ ഇടയ്ക്ക്? സാറിന്റെ ഇപ്പൊ ഒരു പറ്റിയെന്നു വെച്ച് കഴിഞ്ഞാൽ സാറ് പറഞ്ഞ ആദ്യത്തെ എക്സ്പ്ലനേഷൻ അതിന്റെ അകത്ത് വന്നില്ല. ഏതോന്ന് വിട്ടുപോയെന്നൊരു സംശയമുണ്ട്. കാരണം ഞാൻ ഇടയ്ക്കും പിന്നെയും കട്ടണം, 2 പ്രാവശ്യം കട്ടായി. അതെ, വേണുഗോപാൽ സാർ കട്ടായി പോയോ? ഞാൻ പോയിരുന്നു. രണ്ടാമത് കയറിയതാ. അല്ല, ഒരു പ്രാവശ്യമല്ലേ കട്ടായുള്ളൂ? അതെ. പിന്നെ ഒരു പ്രാവശ്യം വീണ്ടും കയറുമായിരുന്നു. ശരി. അല്ല, അത് അപ്പൊ ഞാൻ കണ്ടു. അത് ഞാൻ എന്റെ ക്ലാസ് നിർത്തി വെച്ചിട്ടാ ഞാനത് വേണുഗോപാൽ സാർ ഇപ്പൊ കുറച്ച് മുകളിലോട്ടായി, മുഖം മുകളിലേക്കായി. ക്യാമറ ഇതുള്ളതുകൊണ്ടാണ് ശരിക്കും നിൽക്കുന്നത്. ടോപ്പിക് എന്തെങ്കിലും ക്ലാരിറ്റി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം ചെയ്യാം സാർ. ഡോണ്ട് വറി. കുഴപ്പമില്ല. നന്നായിരുന്നു. എല്ലാം പറഞ്ഞിട്ടുള്ളതാണ് എന്റെ ഓർമ്മ. പക്ഷേ ചില ഏതൊക്കെയോ 1-2 സംഗതി വിട്ടുപോയെന്നൊരു സംശയമുണ്ട്. അത് വരും. ആദ്യത്തെ എക്സ്പ്ലനേഷൻ ഒക്കെ ഭയങ്കരമായിരുന്നു. അതിനിപ്പോ രണ്ടും കൂടെ കബ് ചെയ്ത് കയറ്റാൻ പറ്റത്തില്ല, അതാണ് ഒരു കുഴപ്പം. നോക്കട്ടെ സാറേ. എസ് കെ പൊറ്റക്കാടിന്റെ ബാല്യദ്വീപ് എന്ന പുസ്തകമുണ്ട്. ആ പുസ്തകം വായിച്ചാൽ മതി. എസ് കെ പൊറ്റക്കാടിന്റെ ബാല്യദ്വീപ് ഞാൻ കുറേ വർഷം മുമ്പേ വായിച്ചതാ. പക്ഷെ അന്നത്തെ ബുക്ക് ഇതുമായിട്ട് ഇന്നത്തെ കാലമായിട്ട് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല സാർ. ഒരുപാട് വ്യത്യാസമുണ്ട്. ഭയങ്കര വ്യത്യാസം. കാരണം ഇത് ശരിക്കും നമ്മൾ കേരളത്തെ പോലെ ഇത്രയും ഈ ടൂറിസ്റ്റ് അട്രാക്ഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമില്ല. അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഈ മലേഷ്യ, സിംഗപ്പൂര്, അതുപോലെ തന്നെ ഈ പറയുന്ന ഇന്തോനേഷ്യ, ഇവര് കടലും മലകളും ഉള്ള സ്ഥലമാണ്. അവരെത്ര മനോഹരമായിട്ട് അതിനെ മെർജ് ചെയ്തിരിക്കുന്നതെന്നറിയാം. അതേസമയം കേരളത്തിലാണെങ്കിൽ 2 മണിക്കൂർ 3 മണിക്കൂർ കൊണ്ട് കടലിൽ നിന്ന് മലയിലെത്താൻ പറ്റുന്ന അത്ര അടുത്തായി പ്രോസസ്സ് എല്ലാം. പക്ഷെ ഇവിടെ ആ ടൈപ്പിലുള്ള ഒരു ഡെവലപ്മെന്റ് വന്നാൽ എന്താ ടൂറിസ്റ്റുകളുടെ ഗുണം. അവിടെ നമ്മൾ പറയുന്ന പൈസ കൊടുത്ത് കയറും,
$25, $50 അവിടുത്തെ റേറ്റ്. എത്രയാ സാറേ വേണുഗോപാൽ സാർ റേറ്റ് എത്രയാ? എങ്ങനെ ഓരോ ക്രൂസിലും അത് ഇതൊക്കെ കയറാൻ വേണ്ടി, ഓരോ മലകളിലും ഒക്കെ അല്ല, കയറാൻ വേണ്ടി. അതൊക്കെ സ്പോൺസർ ചെയ്യുന്നല്ലേ, മറ്റേ ടൂർ ഏജൻസി അല്ലേ ഞങ്ങൾ. അങ്ങനെയാണ്, അല്ലാതെ ട്രാവൽ മാത്രമല്ല. മറ്റേ ഞങ്ങളൊക്കെ പോയ സമയത്ത് എല്ലാം നമ്മൾ പേ ചെയ്യുമായിരുന്നു. ഇല്ല, അവിടെ എല്ലാം ഇവര് തന്നെ അറേഞ്ച് ചെയ്താ, അവർക്ക് അതിന് കൂടിയ പൈസ വാങ്ങിച്ചു തോന്നുന്നു. ഓ അത് ശരി ശരി. ഞാൻ പണ്ട് റോത്തംബോസിലും അങ്ങനെയുള്ളടത്തൊക്കെ പോയപ്പോ വിചാരിച്ചു നമ്മുടെ കോട്ടയത്തുള്ള ഒരു സ്ഥലം ഉണ്ടല്ലോ, അതിന്റെ പേരൊക്കെ മറന്നുപോയി, അവിടെ പോയാൽ മതിയായിരുന്നു എന്ന് തോന്നി. അതൊരു പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമല്ല സാർ, ഭയങ്കര അഡ്വാൻസ്ഡ് ആയി, ഭയങ്കര രസകരമാക്കി. ടൂറിസ്റ്റ് വാഗമൺ 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 വാഗമൺ. ഓക്കെ, അപ്പോൾ എല്ലാവരും പറഞ്ഞെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? എല്ലാവരും പറഞ്ഞു. റോയ് സാറാന്ന് തോന്നുന്നു ഹോസ്റ്റ്. അതെ അല്ലേ, ഞാൻ തന്നെയാ. ഓക്കെ, അപ്പൊ ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു വേണുഗോപാൽ സാർ. സാറിന്റെ താങ്ക് യു സർ. യാത്രയിൽ ഞങ്ങളെ കൂടെ പങ്കെടുപ്പിച്ചതിന് എല്ലാവിധ നന്ദിയും അതെ അതെ, സ്നേഹവും അറിയിച്ചു. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. പാട്ടുവിശേഷത്തിന്റെ ദിവസമാണ്, പാട്ടുകളൊക്കെ പാടും. ഓക്കെ, സീ യു ആൻഡ് ഗുഡ് നൈറ്റ്.